സാക്ഷ്യ വിവരണ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുക. ധാരാളം കത്തുകൾ ഓരോ മാസവും ശലോമിൻ്റെ ഓഫീസിൽ ദൈവം ഇടപെട്ടതിൻ്റെ, ദൈവം പ്രവർത്തിച്ചതിൻ്റെ, സൗഖ്യത്തിൻ്റെ, വിടുതലുകളുടെ സാക്ഷ്യ കത്തുകൾ ധാരാളം നമുക്ക് ലഭിക്കാറുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും കത്തുകൾ വായിച്ചു തുടങ്ങുന്ന സമയങ്ങളിൽ നാം ഒന്നിച്ച് നല്ലവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സ്വരമേർത്തി ഹല്ലേലൂയ. പ്രഭാഷകൻ പറയുന്നു 50-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം, എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും നാഥനെ വാഴ്ത്തുക. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും നാഥനെ വാഴ്ത്തുക. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ജീവനോടെ ഹല്ലേലൂയ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോം ശുശ്രൂഷകനായ പ്രകാശ് ഒയമാണ്. അത്ഭുതകരമായ കർത്താവിൻ്റെ ഇടപെടൽ വായിച്ചു കേട്ട് നല്ല ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. വിശ്വാസത്തോടെ നമുക്കത് ശ്രമിക്കാം. ഈ സാക്ഷ്യം വായിച്ചു കേൾക്കുന്ന വേളകളിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളിലും കർത്താവ് ഇടപെടുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. വിശ്വസിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നൈറ്റ് വിജിൽ രാത്രിയാണ്. നിശ്ചയമായിട്ടും നേരം വെളുക്കും. നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും നേരം വെളുക്കും, അല്ലേ? കർത്താവ് ഈ ലോകത്തെ അവസാനിപ്പിക്കുന്നത് വരെയും സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, ഹോസിയ 6:3, കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം. അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആഗമനം എങ്ങനെയാണ്? പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 100 കണക്കിന് കത്തുകളിൽ നിന്ന് ഒരു 7 കത്ത് ലോകവുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുക. നമ്മുടെ കർത്താവ് സർവാധിപനായ ദൈവമാണ്. സകലത്തിൻ്റെയും മുകളിൽ ആധിപത്യമുള്ളൊരു ദൈവം. ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ ഇന്ന് കത്തുകൾ പരിശോധിച്ചപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അനുഭവങ്ങൾ പലത് കണ്ടു. എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഹല്ലേലൂയ. ഈ സർവശക്തനായ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലാണ്. നമുക്ക് ഈ നിമിഷങ്ങളൊന്ന് കരമുയർത്തി കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, എല്ലാ സാഹചര്യങ്ങളും വ്യാപരിക്കുന്നതിന് വേണ്ടി സർവശക്തമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്ര കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, പുകഴ്ത്തുന്ന കർത്താവേ, മഹത്വപ്പെടുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഗ്ലോറി അപ്പാ. മഹത്വം കർത്താവേ, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. കരമടിച്ചുകൊണ്ട് ഒന്ന് സന്തോഷത്തോടെ ഒന്ന് പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് വലിയ സ്വാതന്ത്ര്യത്തോടെ പാടി ആരാധിക്കാം. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. Praise the Lord.
ഹല്ലേലൂയ. എൻ്റെ പേര് ലീലാമ്മ. ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ മോന് വേണ്ടി ദൈവം തന്ന അനുഗ്രഹത്തിന് ദൈവത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ മോൻ ജിം കുര്യൻ ഇവിടെ ബിടെക് പഠിച്ചതിന് ശേഷം UK പോയി MS എടുത്തു. പഠിത്തം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ജോലിക്കായി വളരെയധികം ശ്രമിച്ചു. പക്ഷേ ഒരു ജോലിയും കിട്ടിയില്ല. വിസയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരേണ്ടി വന്നു. ഇവിടെ വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും ജോലിക്കായി ശ്രമിച്ചു. ഒരു ജോലിയും ശരിയായില്ല. നല്ല ഒരു തുക ബാങ്ക് ലോൺ എടുത്താണ് അവിടെ പോയി പഠിച്ചത്. എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി. ഞാൻ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും നൈറ്റ് വിജിൽ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. പല പ്രാവശ്യം ഷാലോമിലോട്ട് കത്ത് അയച്ചിട്ടുണ്ട് നൈറ്റ് വിജിലിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. ഇതെല്ലാം ചെയ്തിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവും ഇല്ലാതായല്ലോ എന്നോർത്ത് എനിക്ക് വളരെയധികം സങ്കടമായി. കരഞ്ഞ് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ലാതായി. ഇങ്ങനെ വളരെയധികം മനപ്രയാസങ്ങളോടെ ഇരിക്കുമ്പോഴാണ് വീണ്ടും മെയ് മാസം 6-ാം തീയതി നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി കത്തയച്ചത്. ഞാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് നൈറ്റ് വിജിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു പേപ്പർ എടുത്ത് അതിലിങ്ങനെ എഴുതി, അടുത്ത നൈറ്റ് വിജിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പായി എൻ്റെ മോനൊരു നല്ല ജോലി കിട്ടുന്നതിനായി ഞാൻ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയാൽ ഞാൻ സാക്ഷ്യം എഴുതി ഷാലോമിൽ അറിയിച്ചു കൊള്ളാം. ആ പേപ്പർ TV-യുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കരുണയെന്ന് മാത്രമേ പറയുവാൻ പറ്റുകയുള്ളൂ. മെയ് 25-ാം തീയതി അവനെ ഇവിടെ അടുത്തുള്ള ഒരു കമ്പനിയിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് വിളിച്ചു. പിന്നെ 31-ാം തീയതി 2-ാം തവണയും വിളിച്ചു. ഇൻ്റർവ്യൂ എല്ലാം ഭംഗിയായി കടന്നുപോയി. ജൂൺ 1-ാം തീയതി അവൻ ജോലിക്ക് ചേർന്നു. ജൂൺ 3-ാം തീയതിയാണ് ആദ്യ വെള്ളിയാഴ്ച നൈറ്റ് വിജിൽ ദിവസം. അതിനു മുമ്പായി ജൂൺ 1-ാം തീയതി ജോലിക്ക് ചേർന്നു. ഇപ്പോൾ 1 മാസത്തെ ശമ്പളം കിട്ടി. വളരെയധികം മനോവേദന അനുഭവിച്ച എന്നെയും എൻ്റെ മോനെയും ദൈവം അനുഗ്രഹിച്ചതിൽ ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തേ. യാക്കോബിൻ്റെ ലേഖനം 4:10 വചനം ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവിൻ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങൾ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി പല തവണ പ്രാർത്ഥിച്ചു. അവസാനം കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധി ഇങ്ങനെ പറഞ്ഞു, ഞാൻ എളിമയോടെ എൻ്റെ മോന് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മുടെ നിയോഗങ്ങൾ ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞ വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകാൻ തക്കവണ്ണം എളിമയോടെ ദൈവത്തെ ആരാധിക്കാം. കരമുയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഗ്ലോറി 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 ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം. യേശുവേ നന്ദി പറയുന്നു, യേശുവേ നന്ദി പറയുന്നു. യേശുവേ ആരാധിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ, പുകഴ്ത്തുന്നു. എൻ്റെ പേര് ജിഷ ജയ്മോൻ. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. 2013 ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ സ്വന്തമായി കരുതിയിരുന്ന വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഞാനും കുടുംബവും ഒത്തിരി വിഷമിച്ച സമയമായിരുന്നു. ഞാൻ നൈറ്റ് വിജിലിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് എല്ലാ നൈറ്റ് വിജിലും ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം ലഭിക്കുന്നതിന് വേണ്ടി എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2014 ഡിസംബർ 30-ാം തീയതി ഞങ്ങൾ പുതിയ ഭവനത്തിലേക്ക് കയറി താമസിച്ചു. പ്രാർത്ഥന കേട്ട യേശുവിന് 1000 നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഷാലോം ഗ്രൂപ്പിനും 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ സഹോദരിക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വീട് നഷ്ടപ്പെടുകയാണ്. സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഒരു സാധനം പോലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എല്ലാ നൈറ്റ് വിജിലിലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ആവശ്യം എഴുതി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34:10 ഇങ്ങനെ വചനം പറയുക, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. നമുക്കൊരു നല്ല കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആരാധിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ. കരമയർത്തി അടിച്ചുകൊണ്ട്
എല്ലാവരും ചേർന്ന് കരമുയർത്തിയടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി അപ്പാ, ഗ്ലോറി, ഗ്ലോറി അപ്പാ. മഹത്വ കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം, മഹത്വം. എന്നെ ശക്തരാക്കുന്ന എന്റെ യേശു മൂലം ഇനി എല്ലാത്തിലും ഞാൻ വിജയിയാകും. എന്നെ ശക്തരാക്കുന്ന എന്റെ യേശു മൂലം ഇനി എല്ലാത്തിലും ഞാൻ വിജയിയാകും. എന്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണി, എന്റെ സ്വപ്നങ്ങളെല്ലാം ഇന്ന് പൂവണി. എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ടല്ലോ, എന്നെ ശക്തനാക്കുവാൻ യേശു കൂടെയുണ്ടല്ലോ. എന്നെ ശക്തനാക്കുന്ന എന്റെ യേശു മൂലം ഇനി എല്ലാത്തിലും ഞാൻ വിജയിയാകും. എന്നെ ശക്തനാക്കുന്ന എന്റെ യേശു മൂലം ഇനി എല്ലാത്തിലും ഞാൻ വിജയിയാകും. Praise the Lord. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ജീവനോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അടുത്ത് കേൾക്കുന്ന കത്ത് വയനാട് കടൽമാട് എന്ന മേരി ജോസഫ് അയച്ചൊരു കത്താണ്. ഈശോയിൽ പ്രിയപ്പെട്ട ഷാലോം പ്രയർ ഗ്രൂപ്പിന് ഞങ്ങൾ വയനാട്ടിൽ കടൽമാട് എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. 13 വർഷമായി സ്റ്റേറ്റ് ബാങ്കിൽ നിന്നെടുത്ത ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ അത്ഭുതകരമായ കർത്താവ് ഇടപെട്ട കാര്യം അറിയിക്കാനും ദൈവത്തിന് നന്ദി പറയാനുമാണ് ഈ കത്ത്. പല പ്രാവശ്യം ഒത്തുതീർപ്പിന് ബാങ്കിൽ നിന്ന് വിളിച്ചെങ്കിലും ഒരിക്കലും തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തി നടപടിക്ക് വീണ്ടും വീണ്ടും അറിയിച്ചിരുന്നെങ്കിലും ഞങ്ങൾക്കൊന്നിനും കഴിയുമായിരുന്നില്ല. ഷാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുകയും ചെയ്തിരുന്നു. 4 മാസം മുമ്പ് ഈ കേസ് കോടതിയിലേക്ക് വിടുകയാണെന്നും ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ലെന്നും ബാങ്ക് അറിയിച്ചു. 3 മാസം മുമ്പ് വീണ്ടും ജാഗരണ പ്രാർത്ഥനയിൽ സഹായം ചോദിച്ച് വിളിച്ചപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് സാധിക്കും എന്ന് പറഞ്ഞു. കർത്താവിനൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും ഞങ്ങളുടെ അയോഗ്യതകളെ ഏതെങ്കിലും വിധത്തിൽ ഈ മേഖലയിൽ തടസ്സമാകുന്നെങ്കിൽ നൈറ്റ് വിജിൽ ഗ്രൂപ്പിൻ്റെ വിശ്വാസത്തോട് ചേർത്ത് വെച്ച് എൻ്റെ പ്രാർത്ഥനയിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മെയ് 6-ാം തീയതിയിലെ ജാഗരണ പ്രാർത്ഥനയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ ആദ്യമായി ഒരു യാത്രാമധ്യേ ഷാലോമിൽ വന്ന് പ്രാർത്ഥിക്കാനും ഒരു തുണ്ട് കടലാസിൽ കരഞ്ഞുകൊണ്ട് എഴുതിയിടാനും സാധിച്ചു. അപ്പോൾ മുതൽ മനസ്സിൽ എന്തോ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. കഴിഞ്ഞ മാസത്തിൽ ജൂലൈ മാസം ബാങ്ക് മാനേജർ വീണ്ടും വിളിപ്പിച്ചു. ഞങ്ങൾ പ്രതീക്ഷയോടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും 4 പെൺമക്കളുടെ വിവാഹം ഒന്നിനു പുറകെ ഒന്നായി നടത്തിയതും കടത്തിനുമേൽ കടം വന്നതുകൊണ്ട് ബിസിനസ് നഷ്ടത്തിലായതും ചേർത്ത് വച്ച് ഞങ്ങൾ ഒരു കത്തെഴുതി. ദൈവമേ, മാനേജർക്ക് ദയ തോന്നിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കത്ത് കൊടുത്തു. 2003 85,000 രൂപയാണ് കടമെടുത്തിരുന്നത്. അതിൽ പല തവണയായി 36,000 രൂപ പലിശ ഇനത്തിൽ കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ 1,70,000 രൂപ ആയിട്ടുണ്ട് എന്ന് മാനേജർ പറഞ്ഞു. അതിലെന്തെങ്കിലും കുറയ്ക്കണമെന്ന് പറഞ്ഞ് ഒത്തിരി സമയം സംസാരിച്ചിട്ടും ഒന്നും സാധ്യമായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഈശോ ഇടപെട്ട് ഒരു 70,000 രൂപയിൽ അവർ തീർപ്പ് കൽപ്പിച്ചു. ഒരു വലിയ അത്ഭുതം പോലെ അടുത്ത ദിവസം തന്നെ ആ പണം ശരിയാക്കാൻ കഴിവ് കർത്താവ് നൽകി. അത് ഞങ്ങൾക്ക് കെട്ടി ആ മേഖലയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധിച്ചു. ആദ്യമായി ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കർത്താവ് അനുവദിച്ചതും ഇതിനു വേണ്ടി തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതോടൊപ്പം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നല്ല കയ്യടി കർത്താവിന് കൊടുത്ത്. കർത്താവ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവാണ്, വളരെ ശ്രദ്ധാലു. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കർത്താവ് അറിയുന്നു. കണ്ണുനീരിന് മുമ്പിലേക്ക് ദൈവം കടന്നു വരുന്നു. വചനം ഇങ്ങനെ നമ്മോട് പറയുകയാണ്, സങ്കീർത്തനം 77:14, അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനങ്ങളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. ദൈവം മാനേജറുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഇടപെടുകയാണ്. വളരെയധികം സമയം സംസാരിച്ചിട്ടും ഒരു പ്രതിവിധി കാണാതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഒരു 70,000 രൂപയ്ക്ക് 1,00,000 രൂപ ഇളവ് ചെയ്ത് കൊടുത്തിട്ട് ഇടപെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വലിയവനാണ്. നമുക്കൊന്ന് കരമുയർത്തി
രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വലിയ സ്നേഹത്തോടെ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നിങ്ങൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം ശക്തമായി ഇടപെടുന്നു. ശക്തമായി ഇടപെടുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം യേശുവേ. ഹല്ലേലൂയ, ഗ്ലോറി അപ്പാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം യേശുവേ. നന്ദി യേശുവേ, ആരാധന. അടുത്ത കത്ത് ലിജ സിജു റാന്നിയിൽ നിന്ന് എഴുതിയ കത്താണ്. എൻ്റെ ബ്രദറിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായിട്ടും ഒരു കുഞ്ഞുണ്ടായില്ല. 13 വർഷത്തിന് ശേഷം ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ഒരു മകളെ നൽകി അനുഗ്രഹിച്ചു. 7.5 മാസമായപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് എടുക്കുകയായിരുന്നു. അപ്പോൾ മുതൽ കുഞ്ഞിന് ശ്വാസം തന്നെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയും ലങ്സിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത അവസ്ഥയുമായിരുന്നു. ഓക്സിജൻ്റെ സഹായത്തോടെ മാത്രം ശ്വാസം വലിച്ച് വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരവസ്ഥ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശാലോം നൈറ്റ് വിജിലിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും കുഞ്ഞ് പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്താൽ ദൈവനാമ മഹത്വത്തിനായി ശാലോമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. കുഞ്ഞ് പൂർണ്ണമായി സുഖപ്പെട്ടു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അനേകരുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ദൈവത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ലിജ സിജു റാന്നി. നമുക്ക് ഈ നിമിഷങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വീണ്ടും നമ്മുടെ എല്ലാവരും നിയോഗങ്ങൾ ഇപ്പോൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് കരമുയർത്തി സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്ര കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. കണ്ണുനീരോടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 10,000ങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രവർത്തിച്ചു പഠിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. സർവ്വാധിപനായ ദൈവമാണ് അവിടുന്ന്. ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. കരമടിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ കാലുകളൊന്ന് മാറ്റിച്ചവിടെ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ക്രിസ്തുവിനും ജീവിക്കുന്നു, ഈ ലോകത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവിനും ജീവിക്കുന്നു, ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ സുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. ഇരിക്കാം. ദൈവത്തിന് സ്തുതി. നൈറ്റ് വിജിൽ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലഭിച്ച ദൈവാനുഗ്രഹത്തിന് നന്ദി പറയുന്നതിനാണ് ഞങ്ങൾ ഈ കത്തെഴുതുന്നത്. 7 വർഷം മുമ്പ് വിവാഹിതയായ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി പുത്രി ഷാനി 2 തവണ ഗർഭം ധരിക്കുകയും 3 മാസം ആകുമ്പോഴേക്കും ഗർഭം അലസിപ്പോവുകയും ചെയ്തിരുന്നു. തുടർന്നുള്ള പരിശോധനയിൽ ഗർഭപാത്രത്തിന് 2 അറകളുണ്ടെന്നും ഒരു കുട്ടിയെ ലഭിക്കാൻ ഒട്ടും സാധ്യതയില്ലെന്നും പ്രശസ്തയായ ഒരു ഗൈനക്കോളജിസ്റ്റ് അഭിപ്രായപ്പെട്ടു. ഇത് കേട്ട് എല്ലാവരും വളരെയധികം പ്രയാസപ്പെട്ടു. എന്നാൽ ഞാനും ഷാനിയും നൈറ്റ് വിജിലിൻ്റെ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഒരു കുട്ടിയെ ലഭിച്ചാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തു. തൽഫലമായി ഷാനി ഗർഭിണിയാവുകയും കഴിഞ്ഞ ഡിസംബർ 20-ന് ഒരു ആൺകുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട യേശുവിന് 1000 നന്ദി. അതോടൊപ്പം പ്രാർത്ഥനാ സാഹചര്യം ഒരുക്കിയ ശാലോം കുടുംബത്തിന് നന്ദി. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കരമുയർത്താം. വീണ്ടും ദൈവം ചെയ്ത ഈ അത്ഭുതം ഒരു ഗൈനക്കോളജിസ്റ്റ് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ട് ദൈവ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്ക് കഴിഞ്ഞ ഡിസംബറിൽ ഒരു ആൺകുഞ്ഞിന്
ലഭ്യമാവുകയാണ്. നമുക്ക് കരമരുത്തുന്ന സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സകല മഹത്വം കൊടുത്തുകൊണ്ട് ആരാധിക്കാം. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ, ഗ്ലോറി 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 അപ്പാ. ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കുന്ന സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു, സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു, അങ്ങയുടെ ഇടപെടലിനെ ഓർത്ത് നന്ദി പറയുന്നു. ഗ്ലോറി ഗ്ലോറി അപ്പാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. സങ്കീർത്തനം 10:14 അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. കർത്താവിൻ്റെ ഒരു വചനമാണ്. അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും കണ്ണുനീരുകളും അങ്ങ് കാണുന്നുണ്ട്, നിശ്ചയമായിട്ടും തീർച്ചയായിട്ടും കാണുന്നുണ്ട്, അത് അങ്ങ് ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, ബോംബെയിൽ നിന്നുള്ളൊരു കത്താണ്. ദൈവം കണ്ണുനീരിന് മുമ്പിലും കഷ്ടപ്പാടിന് മുമ്പിലേക്കും കടന്നു വന്ന ഒരു അത്ഭുതം ചെയ്ത ഒരു കത്താണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ പേര് അനു. എൻ്റെ ഭർത്താവ് കുര്യാച്ചന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇത് അയക്കുന്നത്. ഞങ്ങൾ മുംബൈയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ പുറംഭാഗം, കാലുകൾ, കൈകൾ എന്നിവിടങ്ങളിൽ വലിയ വെള്ളപ്പാണ്ടുകൾ കാണുന്നു. ഒരു വർഷമായി ഇങ്ങനെ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ ചുണങ്ങാണെന്ന് വിചാരിച്ചു. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി. മാസങ്ങൾക്ക് ശേഷവും ഒരു വ്യത്യാസവും കണ്ടില്ല. ഒരുപക്ഷെ സ്കിൻ ഡ്രൈ ആയതുകൊണ്ടാവും എന്ന് കരുതി അതിനുള്ള മരുന്ന് ഡോക്ടർ നൽകി. പക്ഷേ പാടുകൾ മാറുന്നേയില്ല. അതുപോലെ തന്നെ ഇത്രയൊക്കെ ആയിട്ടും മാറാതെ വന്നപ്പോൾ ഡോക്ടർ ബയോപ്സി ചെയ്യാൻ തീരുമാനിച്ചു. സ്കിൻ പഞ്ച് ബയോപ്സി ചെയ്തു. ഏതെങ്കിലും മാരകമായ അസുഖമാണെന്ന് ഡോക്ടർ സംശയിച്ചു. റിസൾട്ട് കിട്ടാൻ 10 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആകെ വിഷമത്തിലായി. മനസമാധാനം നഷ്ടപ്പെട്ടു. എൻ്റെ ടെൻഷനും ഭയവും കാരണം ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പിറ്റേ ദിവസം ആദ്യ വെള്ളിയാഴ്ച, ജൂണാണ്. ഞാൻ അപ്പോൾ തന്നെ ശാലം നൈറ്റ് വിജിലേക്ക് വിളിച്ചു, പ്രാർത്ഥനാ സഹായം ചോദിച്ചു. വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ബ്രദർ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം. 2016 ജൂൺ മാസത്തിലെ നൈറ്റ് വിജിൽ ശാലോം ടി വിയിൽ കണ്ടപ്പോൾ ഞാനും ഭർത്താവും ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പല കാരണങ്ങളാൽ റിസൾട്ട് വരാൻ വൈകി. ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ജൂൺ 21 റിസൾട്ട് അറിഞ്ഞു. എല്ലാം നോർമലാണ്. ഡോക്ടറെ കണ്ട് റിസൾട്ട് കാണിച്ചു. അതിലെല്ലാം നോർമലാണെന്നും ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. ഡോക്ടർ സംശയിച്ചതുപോലെ ഒന്നും ഉണ്ടായില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന് എൻ്റെ ഭർത്താവിന് സൗഖ്യം തന്നതിന് കർത്താവിന് നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച ശാലോമിലെ എല്ലാ അംഗങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരു നല്ല കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. പാട്ടുപാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ചേർന്ന് നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. അവൻ ഓഗസ്റ്റ് 2015 റേഡിയോഗ്രാഫർ, MRI ടെക്നീഷ്യൻ ജോലിക്ക് വേണ്ടി കുവൈറ്റിലേക്ക് പോയി. 3 മാസത്തിനുള്ളിൽ ജോലി കയറാമെന്നാണ് ഏജൻറ്റ് പറഞ്ഞത്. ഇവർ 10 പേരുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ടും ജോലി ശരിയായില്ല. വിസയുടെ കാലാവധി തീർന്നു.
പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കും. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി നൈറ്റ് വിജിലിൽ വിളിച്ചു. അവിടുന്ന് പറഞ്ഞു, വിഷമിക്കേണ്ട, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ഞങ്ങളും പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ നൈറ്റ് വിജിൽ സമയത്ത് ടി വിയുടെ മുമ്പിൽ ഈ കാര്യം എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കുവൈറ്റിലിരുന്ന് മകനും നൈറ്റ് വിജിൽ കൂടുമായിരുന്നു. ഇവരുടെ പേര് തിരുത്തി വേറെ 10 പേരെ മിനിസ്ട്രിയിലെ ഉദ്യോഗസ്ഥൻ ജോലിയിൽ കയറ്റി. ഇവരുടെ ഏജൻറ്റ് ഇത് അറിയുകയും മിനിസ്ട്രിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥയെ അറിയിക്കുകയും ചെയ്തു. അവർ അത് അന്വേഷിച്ചപ്പോൾ സത്യമാണ് എന്നറിഞ്ഞു. ഉടനെ ഇവരുടെ പുതിയ ബയോഡേറ്റ മേടിച്ചു. ജനുവരിയിൽ ഫയൽ ഓപ്പണായി മാർച്ചിൽ ജോലിയിൽ പ്രവേശിച്ചു. ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി എന്ന് വത്സമ്മ കണ്ണൂർ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് വലതുകരം എഴുതി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശയ്യ 12:6 സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ നിങ്ങളുടെ മധ്യയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ മധ്യേ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം യേശു കർത്താവ് ഉണ്ട്. ഈ നിമിഷങ്ങളിൽ ആ യേശു കർത്താവിനെ ഒന്ന് വളരെ സ്വാതന്ത്ര്യത്തോടെ കരമുയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് ആരാധിക്കാം. ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം ഭവനം മുഴുവൻ നിറഞ്ഞു നിൽക്കും. ഇപ്പോൾ ആ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട്, ആ ഒരു സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങളുയർത്തുന്ന ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്ര കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, വാഴ്ത്തുന്ന കർത്താവേ, പുകഴ്ത്തുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. സ്തുതിച്ച് എല്ലാവരും അതിനെ തുറന്ന് സ്തുതിച്ച്, എല്ലാവരും ഉള്ളിൽ തുറന്ന് സ്തുതിച്ച്, ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. അപ്പാ മഹത്വം കർത്താവേ, മഹത്വം, 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 മഹത്വം. യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7:7 ഇങ്ങനെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 16:23 നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിശ്ചയമായും നൽകും. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഈ നിമിഷങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 2033 മഹാജൂബിലി വർഷമാണ്. യേശു ക്രിസ്തു മരിച്ചിട്ട് 2000 വർഷം തികയാണ്. വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടിട്ട് 2000 വർഷം തികയാണ്. സഭ സ്ഥാപിക്കപ്പെട്ടിട്ട് 2000 വർഷം തികയാണ്. കുദാശകൾ സ്ഥാപിക്കപ്പെട്ടിട്ട് 2000 വർഷം തികയാണ്. ഒരു മഹാജൂബിലിയാണ് 2033 ആണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 2033 ആകുമ്പോഴേക്കും ലോകം മുഴുവനും സുവിശേഷത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കരങ്ങൾ ഉയർത്താം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ ശക്തി ലോകം മുഴുവനും ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:7 വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു, ദൈവത്തിൻ്റെ ആത്മാവാൽ ലോകം നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവാൽ ലോകം നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ലോകം മുഴുവൻ ചലിക്കണം. സകല മനുഷ്യരും ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയുവാൻ ഇടയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന് കരമുയർത്തി സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ലോകം മുഴുവനും എല്ലാ ജനതകളും എല്ലാ ഭൂഖണ്ഡങ്ങളും യേശുവിനെ അറിയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 733 കോടി ജനത കർത്താവിനെ അറിയുവാൻ, രക്ഷ അനുഭവിക്കാൻ ഇടയാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. തീമഴയേകണമേ പരിശുദ്ധാത്മാവേ, തീമഴയേകണമേ. ആമേൻ, ആമേൻ. എല്ലാ ഇടങ്ങളിലും വ്യാപിക്കട്ടെ. എല്ലാ ഇടങ്ങളിലും യേശുവിന്റെ രക്ഷ വ്യാപരിക്കും. ആമേൻ. ഓ ഗ്ലോറി അപ്പാ. മഹത്വം കർത്താവേ. തീമഴയേകണമേ. ആമേൻ, ആമേൻ.
പരിശുദ്ധാത്മാവേ ഈ മഴയേകണമേ. ഹല്ലേലൂയ അപ്പാ. Praise the Lord. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി കർത്താവ് ഈ നാളുകളിൽ ഷാലോം മിനിസ്ട്രിയെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ മീഡിയ നൽകി വാർത്താ മാധ്യമ മേഖലകളിലൂടെ വലിയ വലിയ സുവിശേഷ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ നിമിഷങ്ങളിൽ ഷാലോം ടെലിവിഷന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കരമുയർത്തിപ്പിടിക്കട്ടെ എല്ലാവരും ചേർന്ന്. ദൈവം വലിയൊരു അനുഗ്രഹമാക്കി ഈ ഷാലോം ടെലിവിഷനെ മാറ്റിയിരിക്കുകയാണ്. ഒരുപാട് ജനങ്ങൾക്ക് ആശ്വാസമായി പല ഭവനങ്ങളിലും യേശുവിൻ്റെ രക്ഷാകര അനുഭവം നൽകിക്കൊണ്ട് സമാധാനം നൽകിക്കൊണ്ട് വീട്ടിൽ കർത്താവ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാലോം ടെലിവിഷനിലൂടെ. ഷാലോം ടെലിവിഷന് വേണ്ടി നമുക്ക് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഷാലോം ടെലിവിഷനെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ഈ വലിയൊരു പ്രസ്ഥാനത്തെ കർത്താവെ അനുഗ്രഹിക്കണമേ. ഷാലോം ടെലിവിഷനെ ഉയർത്തി അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ഈ നിമിഷങ്ങളിൽ ഷാലോം ടെലിവിഷനെ വിതരണ മേഖലകളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കേബിൾ TV ഓപ്പറേറ്റേഴ്സിനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ DTH സംവിധാനങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഈ ഷാലോം ടെലിവിഷനിലൂടെ വലിയ അഭിഷേക ശക്തി എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപിപ്പിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവാകണമേ. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം. ആത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേക കാറ്റായി ശാലോമിൽ നിറയണമേ. റൂഹായ ആത്മാവേ പറന്നിറങ്ങണമേ. ആമേൻ, ആമേൻ. അഭിഷേക കാറ്റായി ശാലോമിൽ നിറയണമേ. റൂഹായ ആത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേക കാറ്റായി ശാലോമിൽ നിറയണമേ. പ്രിയപ്പെട്ടവരെ, ശാലോം പ്രസിദ്ധീകരണങ്ങളെ ദൈവത്തിൻ്റെ ആശീർവാദത്തിനായി നന്ദിയോടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശാലോം ടൈംസ്, സൺഡേ ശാലോം പത്രം, ശാലോം ടൈംസ് ഇംഗ്ലീഷ് മാഗസിൻ, എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും സോബിയ ബുക്സ്, ഈ മേഖലകളെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഇതെല്ലാ വ്യക്തികൾക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. രക്ഷയുടെ സന്ദേശം കൊടുക്കുന്ന ഈ മേഖലകളെ അവിടുന്ന് പ്രത്യേകമായി അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. അനേകർക്ക് ഇതിലൂടെ യേശുവിനെ കണ്ടെത്താൻ ഇടയാക്കണമേ. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരിക്കൽ കൂടി കരമുയർത്തി ഈ പ്രസിദ്ധീകരണങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ശാലോം ടൈംസിനെ അനുഗ്രഹിക്കണമേ. സൺഡേ ശാലോം പത്രത്തെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇംഗ്ലീഷ് മാഗസിനെ അനുഗ്രഹിക്കണമേ. തമിഴ് മാഗസിനെ അനുഗ്രഹിക്കണമേ. സോബിയ ബുക്സിനെ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം, 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 മഹത്വം. യേശുവേ, നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. പ്രിയപ്പെട്ടവരെ, ഷാലോം ഇന്റർനാഷണൽ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഷാലോം വേൾഡ് USA ലോകം മുഴുവനും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ചാനലാണ്. ആ ചാനലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ആപ്പിൾ TV ഷാലോം വേൾഡ് USAയും മലയാളം ചാനലിനെയും ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതോടെ 40 രാജ്യങ്ങളിൽ സുവിശേഷം എത്തുകയാണ്. ഷാലോമിന് ഈ വേദി ദൈവം തുറന്നു തന്നു. നമുക്ക് ഇന്റർനാഷണൽ മിനിസ്ട്രിയെ പ്രസിദ്ധീകരണങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. എല്ലാ രാജ്യങ്ങളിലും സുവിശേഷത്താൻ വേണ്ടിയിട്ട് ദൈവം ശക്തമായിട്ട് ഈ മിനിസ്ട്രി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇന്റർനാഷണൽ മിനിസ്ട്രിയെ അവരുടെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, സ്തോത്ര കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആരാധന, ആരാധന, ആരാധന. മഹത്വ കർത്താവേ, ഇന്റർനാഷണൽ മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഭൂഖണ്ഡങ്ങളിലും
കർത്താവിന്റെ സുവിശേഷത്താൻ വേണ്ടി ഇന്റർനാഷണൽ മിനിസ്ട്രിയെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കൂടെ വസിക്കണമേ നാഥ, കൂടെ വസിക്കണമേ ആമേൻ. നാഥ